നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് സാധ്യമായ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ലയണൽ മെസ്സി. നമുക്കറിയാം, ഒരു കാലത്ത് ഇന്റർനാഷണൽ ട്രോഫിയുടെ പേരിലായിരുന്നു മെസ്സി ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത്. പക്ഷെ മെസ്സി ഇന്ന് സ്വന്തമാക്കാത്തതായി കിരീടങ്ങൾ ഒന്നും ഫുട്ബോൾ ലോകത്തില്ല എന്നതാണ്. എന്നാൽ കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ മെസ്സി പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മെസ്സി ഒരു അഭിമുഖം നൽകിയിരുന്നു. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഒരു മികച്ച താരമാവാൻ വേണ്ടി താൻ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെന്നും എന്നാൽ തന്നെ ദൈവം തിരഞ്ഞെടുത്തതാണ് എന്നുമാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ വ്യത്യസ്തനായിരുന്നു. എൻ്റെ ചുറ്റുമുള്ളവർ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിലും എനിക്കത് മനസ്സിലായിരുന്നില്ല. വലുതായപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത്. ഒരു മികച്ച താരമായി മാറാൻ ഞാൻ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഞാൻ ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴും ഫുട്ബോളുമായി ഇടപഴകിക്കൊണ്ടിരുന്നു. വലിയ കിരീടങ്ങൾ നേടണമെന്നോ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കണമെന്നോ എന്നുള്ള ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ കുട്ടിക്കാലത്ത് എനിക്കില്ലായിരുന്നു. ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. എന്നെ ഇതിനു വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം നൽകിയ സമ്മാനമാണ് ഇത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പിൽക്കാലത്ത് ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതാണ് ലയണൽ മെസ്സി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ കോപ്പ അമേരിക്ക ടീമിനോടൊപ്പമാണ് മെസ്സി ഉള്ളത്. ആദ്യ മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന തോൽപ്പിച്ചിരുന്നു. മത്സരത്തിൽ മെസ്സി ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിരിക്കുന്നു. നാളെ നടക്കുന്ന മത്സരത്തിൽ ചിലിയാണ് അർജന്റീനയുടെ എതിരാളികൾ. ചിലിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അർജന്റീനക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.